സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിനൊരുങ്ങുന്ന കാസർഗോഡ് കുണിയയിലെ കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിലുള്ള വിശാലമായ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം SKSSFന്റെ വിഖായ പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുകയാണ്. 313 വിഖായ വളണ്ടിയർമാർ സമ്മേളന നഗരി ഒരുക്കുന്നതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വലിയ ഒരു സംഗമം കുണിയയിൽ നടന്നു. അവിടെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയും കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചും നിരത്തിലെ കൂനകൾ നിരപ്പാക്കിയും പല തട്ടുകളായി നിന്ന സ്ഥലത്തെ വിശാലമായ മൈതാനമാക്കി മാറ്റിയുമൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കുനിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഏക്കർ കണക്കിന് വരുന്ന സ്ഥലങ്ങൾ തയ്യാറാവണമെന്ന നിർദ്ദേശം SKSSF അവരുടെ സംഘടനാ സംവിധാനത്തിലൂടെ വിഖായ പ്രവർത്തകർക്ക് നൽകിയപ്പോൾ വിവിധ സംസ്ഥാനങ്ങളുടെ അഥവാ തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയായി 100 കണക്കിന് പേരാണ് തങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ അവിടെ എത്രയോ അധികം ആളുകളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അതിനും ചില പ്രവർത്തനത്തെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ SKSF വളരെ കൃത്യമായിട്ടൊരു എണ്ണം പറഞ്ഞു. 313 ആളുകൾ മതി. അങ്ങനെ സ്വയം സേവന സന്നദ്ധരായ 313 ആളുകൾ ആ കുനിയയിലേക്ക് കഴിഞ്ഞ ദിവസം എത്തി. അവർ വാഹനത്തിലും സ്വന്തം വാഹനത്തിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് അവരവിടേക്ക് എത്തി. ഇത്തരത്തിൽ 313 പേർക്കായിരുന്നു അവസരം നൽകിയത്. വളണ്ടിയർമാരും നേതാക്കളും പ്രവർത്തകരും ഒക്കെയായി ഏകദേശം ഒരു 500ഓളം ആളുകളുടെ ഒരു സംഗമം കഴിഞ്ഞ ദിവസം അവിടെ നടന്നു. ഒരു ദിവസം മുഴുവൻ അവർ സമസ്തക്ക് വേണ്ടി സേവനം ചെയ്യാൻ നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആകാംക്ഷയുടെ ഒരു ദിനം ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള ആ ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടി ഇവർ സർവം തയ്യാറായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് സേവനത്തിൻ്റെ പാതയിൽ ഒരു ദിവസം മുഴുവൻ അവർ സേവനമനുഷ്ഠിച്ചു നിന്നു എന്നുള്ളതാണ്. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു പണിയായുധവും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല. ഒരാൾക്ക് പോലും കൂലിയോ പ്രതിഫലമോ നൽകേണ്ടിയും വന്നില്ല. എല്ലാവരും എത്തിയത് സർവം സമർപ്പിച്ച് സ്വയം സന്നദ്ധരായി. ഇങ്ങനെയൊരു നിസ്വാർത്ഥ സംഘം സമസ്തക്ക് ഉള്ളപ്പോൾ ഏത് കാര്യങ്ങളെയും നിഷ്പ്രയാസം വിജയിപ്പിച്ചെടുക്കാൻ സമസ്തക്ക് സാധിക്കും എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ സമസ്തയുടെ തഹിയ ഫണ്ട് ശേഖരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ 30 കോടിയിലേക്ക് എത്തുമോ, പലരും 5 കോടി തികയില്ല, 10 കോടി തികയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. എന്നാൽ 30 കോടി എന്ന അവസ്ഥ കഴിഞ്ഞു. 32.5 കോടി രൂപ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം വലിയുദ്ദീൻ ഫൈസിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ ഒരു ഓൺലൈൻ പരിപാടിയുണ്ട്. 14 ലക്ഷം രൂപയാണ് ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ സമാഹരിക്കാൻ സാധിച്ചത്. അത് മാത്രമല്ല, സെയ്ദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഈ തഹിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. സംഘാടക ഫിനാൻസ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ആ ലൈവിൽ വന്നിരുന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 14 ലക്ഷം രൂപ അവിടെ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞു. കാരണം സമസ്ത പറയുന്നത് കേൾക്കാനും സമസ്തയെ ഉൾക്കൊള്ളാനും ആവശ്യപ്പെടുന്നത് നൽകാനും ജനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതിൽ ഒടുവിലത്തെ ഉദാഹരണമാണ് കുണിയയിൽ ഇന്നലെ കണ്ടത്, കഴിഞ്ഞ ദിവസം കണ്ടത്. പൊതുസമ്മേളനം നടക്കുന്ന ഗ്രൗണ്ട്, ക്യാമ്പ് സൈറ്റ്, എക്സിബിഷൻ ഏരിയ എന്നീ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും വളണ്ടിയർമാർ തയ്യാറാക്കിയത്. മുഴുവൻ പ്രവർത്തനവും കഴിഞ്ഞിട്ടില്ല, ഇനിയും അതിനകത്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അതാത് സമയങ്ങളിൽ അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കും. രാവിലെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന പ്രവർത്തകർ വൈകിട്ടോടെയാണ് നഗരിയിൽ നിന്നും പിന്നെ പിന്തിരിയുന്നത്. സമസ്ത കേന്ദ്ര മുഷാവർ അംഗം അബ്ദുസ്സലാം ദാരിമി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ്, ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി, ഷുഹൈബ് തങ്ങൾ, അയ്യൂബ് മുട്ടിൽ, SKSF മുൻ സംസ്ഥാന സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട്, ഇബ്രാഹിം ഹാജി കുണിയ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിച്ചു. ഏതായാലും സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ തയ്യാറെടുപ്പുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടൊട്ടുക്കും പ്രചാരണത്തിൻ്റെ വലിയ കമാനങ്ങളും ബോർഡുകളും ചുവരെഴുത്തുകളും അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടുള്ള ക്യാമ്പയിനുകളും കുടുംബ സംഗമങ്ങൾ, പ്രാദേശികമായ ഓഫീസുകൾ, പ്രാദേശികമായ വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങൾ, സംഗമങ്ങൾ, മണ്ഡലം, മേഖല, ജില്ലാ തലത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, ജില്ലാ തലങ്ങളിൽ റാലികൾ നടക്കാൻ പോകുന്നു. സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത 100ാം വാർഷിക സന്ദേശ യാത്ര
ഡിസംബർ 19 മുതൽ കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരത്തേക്ക് ആരംഭിക്കുന്നുണ്ട്. ജില്ലാ തലങ്ങളിലൊക്കെ ഇതിൻ്റെ ഉപയാത്രകൾ നടക്കും, സമ്മേളന സംഗമങ്ങൾ നടക്കും. കോഴിക്കോട്ടൊക്കെ വലിയ സമ്മേളനം നടക്കാനിരിക്കുന്നു. അങ്ങനെ ഓരോ ജില്ലകളിലും 14 ജില്ലകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടുള്ള വളരെ വലിയ ഒരു യാത്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്ര, ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ആ സജീവതയിലേക്ക് നമ്മൾ ഓരോ മണിക്കൂറുകളിൽ എന്ന പോണ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ആ ഒരു സമ്മേളനത്തിൻ്റെ കാഴ്ചകൾക്ക് സ്വയം സമർപ്പിതരായി തയ്യാറായിട്ടാണ് എല്ലാ ആളുകളും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.